ഇടുക്കി ഉപ്പുതറയിൽ കെഎസ്ആർടിസി പ്രിയദർശിനി സർവീസ് സമയം തെറ്റിയോടിയതിൽ പ്രതിഷേധവും വാക്കുതർക്കവും. സ്വകാര്യ ബസ് ഉടമ കെഎസ്ആർടിസി ബസ്സിനടിയിൽ കിടന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അഖിൽ TS ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ, നമുക്കറിയാം ഈ പ്രിയദർശിനി സർവീസ് ആരംഭിച്ചത് മുതൽ സ്വകാര്യ ബസ് മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ഇതാ ഇടുക്കിയിൽ നിന്ന് വരുന്ന വാർത്തയാണ്, പ്രിയദർശിനി സർവീസ് സമയം തെറ്റി ഓടിയതിലാണ് വലിയ പ്രതിഷേധവും വാക്കുതർക്കവും ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ ബസ് ഉടമ കെഎസ്ആർടിസി ബസ്സിനടിയിൽ കിടന്ന് പ്രതിഷേധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരമായത്? എന്താണ് വ്യക്തമാവുന്നത്? ആര്യ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ KSRTCയുടെ പ്രിയദർശിനി ബസ് സമയം തെറ്റി തന്റെ റൂട്ടിലൂടെ, അതായത് ഈ ബസ് ഉടമ ഇപ്പോൾ നിലവിൽ ഉപ്പുതറ കട്ടപ്പന റൂട്ടിൽ ഓടുന്ന കുട്ടിമാളു എന്ന ബസിന്റെ ഉടമയാണ്, സ്വകാര്യ ബസിന്റെ ഉടമയാണ്. ഒപ്പം തന്നെ പ്രിയദർശിനി സർവീസ് എത്തിയതോടെ ജീവനക്കാർക്ക് ശമ്പളം നൽകാനില്ലാത്തതിനാൽ ബസ് സർവീസ് പ്രതിസന്ധിയിലായതിനെ തുടർന്ന് കുട്ടിമാളു ബസ്സിൽ കണ്ടക്ടറായും ഈ ഉടമ തന്നെയാണ് നിലവിൽ ജോലി ചെയ്തു വരുന്നത്. ആ ബസിന്റെ സമയത്താണ് പ്രിയദർശിനി സർവീസ് സമയം തെറ്റി ഓടിയത്. ഇതിലാണ് വേറിട്ട പ്രതിഷേധവുമായി ഉടമ രംഗത്തെത്തിയത്. കോട്ടയത്ത് നിന്നും വാഗമൺ വഴി ഉപ്പുതറ വഴി കട്ടപ്പനയ്ക്ക് സർവീസ് നടത്തുന്ന KSRTC പ്രിയദർശിനി ബസ് സർവീസാണ് ഇത്തരത്തിൽ ഈ രാജേഷ് എന്ന ആളുടെ കുട്ടിമാളു ബസിന്റെ സമയം തെറ്റി ഓടിയത്. ഇത് ചോദ്യം ചെയ്ത് വാക്കുതർക്കത്തിൽ കലാശിക്കുകയും ശേഷം രാജേഷ്, ബസ് ഉടമയായിട്ടുള്ള ബസ്സിലെ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന രാജേഷ് ബസ്സിന് അടിയിൽ കിടന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ബസ് വഴിയിൽ തടഞ്ഞു നിർത്തി തന്റെ മുകളിൽ കൂടെ മാത്രമേ ഇനി സർവീസ് നടത്താൻ അനുവദിക്കൂ എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജേഷ് ഉയർത്തുന്നു. അത്തരത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് കട്ടപ്പന ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിയത്. എന്തുതന്നെയായാലും ഇടുക്കി മേഖല, നമ്മൾ കഴിഞ്ഞ ദിവസം അടിമാലിയിൽ ചില ബസ് സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. അത്തരത്തിൽ പ്രിയദർശിനി സർവീസ് എല്ലാ ബസ് ഉടമകളും ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഹൈറേഞ്ച് മേഖലകളിൽ പ്രിയദർശിനി ബസ് സ്വകാര്യ ബസ്സുകളോട് തൊട്ട് മുൻപായി ഓടുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി പ്രിയദർശിനി ബസ് സർവീസിനെ ആശ്രയിക്കുകയും ആ സമയത്ത് സ്വകാര്യ ബസ്സുകൾക്ക് യാത്രക്കാരില്ലാതെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ ഹൈറേഞ്ച് മേഖലകളിൽ കടന്നു പോകുന്നത്. അതിന്റെ ഒരു നേർസാക്ഷ്യം എന്നോണം തന്നെ ഈ പ്രതിഷേധത്തെയും കാണേണ്ടി വരും. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലവിൽ ഇടുക്കി മേഖലയിലെ സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അത്തരത്തിലൊരു പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് വലിയ രീതിയിൽ വേറിട്ട രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി ഒരു സ്വകാര്യ ബസ് ഉടമയായിട്ടുള്ള കട്ടപ്പന റൂട്ടിൽ സർവീസ് നടത്തുന്ന കുട്ടിമാളു ബസിന്റെ ഉടമയായിട്ടുള്ള രാജേഷ് രംഗത്ത് വന്നതായിരിക്കാം. നമുക്കറിയാം അഖിൽ, ഇപ്പോൾ സംസ്ഥാനത്തുടനീളം വിവിധ ജില്ലകളിൽ ഈ പ്രിയദർശിനി സർവീസ് ആരംഭിച്ചത് മൂലം കടക്കണിയിലും വലിയ രീതിയിലുള്ള ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് സ്വകാര്യ ബസ് മേഖല. ഈ KSRTC ബസ് സർവീസ് സമയം തെറ്റി ഓടിയതാണ് ഈ തർക്കത്തിന് കാരണമായത്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ KSRTCയിലെ ഡ്രൈവറും കണ്ടക്ടറും വ്യക്തമാക്കുന്നത്? നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് ചോദ്യം ചെയ്യാനിരുന്ന സ്വകാര്യ ബസ് ഉടമയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രോശമാണ് KSRTC ഡ്രൈവറുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. തീർച്ചയായും, അതായത് KSRTC സർവീസ് മുടക്കുക എന്ന് പറയുന്നത് വലിയൊരു കുറ്റകരമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് സ്വകാര്യ ബസ് ഉടമകൾക്കെതിരെ അല്ലെങ്കിൽ ജീവനക്കാർക്കെതിരെ സമയം തെറ്റി ഓടിയത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി KSRTCയുടെ കണ്ടക്ടറും ഡ്രൈവറും അടക്കമുള്ള ആളുകൾ മുൻപോട്ട് പോകുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയിലാക്കിക്കൊണ്ട്, സ്വകാര്യ ബസ് മേഖലയെ ആകപ്പാടെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇവരുടെ സമയത്ത്, സ്വകാര്യ ബസ്സുകൾക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്ന സമയത്ത് സമയം തെറ്റി പ്രിയദർശിനി സർവീസുകൾ ഓടുകയും അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ കുറ്റക്കാരാക്കി അവർക്കെതിരെ പോലീസ് നടപടികൾ അടക്കം സ്വീകരിക്കുന്ന തരത്തിലേക്ക് KSRTC മാറുന്നു. അത്തരത്തിൽ ഒരു വഴിമുട്ടിയ അവസ്ഥയിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് തന്നെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും ഉടമകളും പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ അടിമാലി ബസ് സ്റ്റാൻഡിൽ 30 വർഷത്തോളമായി സർവീസ് നടത്തിയിരുന്ന ബസ് താൽക്കാലികമായി തങ്ങളുടെ സർവീസ് അവസാനിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവരും അന്ന് പ്രധാനമായി ഉന്നയിച്ച കാര്യമെന്ന് പറയുന്നത്, തങ്ങളുടെ സർവീസിന് തൊട്ട് മുൻപുള്ള സമയത്ത് KSRTC ബസ് തങ്ങൾക്ക് മുൻപിലും പിറകിലുമായി ഓടുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ബസ്സിൽ ആരും കയറുന്നില്ല. ഡീസലിന് വലിയ വിലവർധനമാണുള്ളത്. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം. മുന്നോട്ട് പോകാനാകാത്ത സാഹചര്യത്തിലാണ് 30 വർഷമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു സർവീസ് അവസാനിപ്പിക്കാൻ ഒരു ബസ് ഉടമ തീരുമാനിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടാണ് നിലവിൽ ഹൈറേഞ്ചിലെ സ്വകാര്യ ബസ് ഉടമകൾ മുൻപോട്ട് പോകുന്നത്. ഹൈറേഞ്ചിലെ മാത്രമല്ല പല മേഖലകളിലും ഇത് തന്നെ ഈ സമാനമായ സ്ഥിതിയാണ് ഉള്ളത്. അത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് വരെ സ്വകാര്യ ബസ് ഉടമകൾ എത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വേറിട്ട രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഉടമകളും ജീവനക്കാരും അടക്കം കടക്കുന്നത്. എന്തുതന്നെയായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന ദിവസങ്ങളിൽ ഇതിലും വലിയ പ്രതിഷേധങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് ദുസ്സഹമായ അവസ്ഥയിലൂടെയാണ് നിലവിൽ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും കടന്നു പോകുന്നതായിരിക്കാം. ശരി, അഖിൽ TS ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.